ഓം ശ്രീ സായിറാം. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന സീരീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സായിറാം. ഒരു ലവ് ലെറ്റർ. കുടുകുടെ തടിച്ച് ഉരുണ്ടിരിക്കുന്ന ഓമനത്വമുള്ള ഒരു ആൺകുട്ടി. പ്രൈമറി സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അന്ന് അവൻ്റെ ജന്മദിനം. കയ്യിലെ തളികയിൽ മിഠായും വെച്ച് സ്വാമിയെ കാത്തിരിക്കുകയാണ് ആ കുഞ്ഞ്. സ്വാമി കുറച്ചു ഭക്തന്മാരുമായി മുറിക്കകത്ത് പോയിക്കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടി ഒരു കത്തുമെഴുതി മുറി തുറക്കുന്നതും നോക്കി ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. ഭക്തന്മാർ പുറത്തിറങ്ങി. പിന്നാലെ സ്വാമിയും. ഭഗവാന്റെ തിരുമിഴികൾ ആ ബാലനിൽ പതിഞ്ഞു. അവിടുന്ന് മെല്ലെ അവനരികിലേക്ക് ഒഴുകിയെത്തി. അവനെ നോക്കി പുഞ്ചിരിച്ചു. നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി അവൻ ഭഗവാനും സമ്മാനിച്ചു. ഭഗവാൻ തളികയിൽ നിന്നും കത്തെടുത്തു. അത് തുറന്നു. കത്തിലുടക്കിയ കണ്ണുകൾ പിൻവലിച്ച് സ്വാമി അവൻ്റെ നേർക്ക് മാധുര്യത്തോടെ നോക്കി. പിന്നീട് ചുറ്റിനുമുള്ളവർ കേൾക്കെ ഭഗവാൻ ആ കത്ത് ഉറക്കെ വായിച്ചു. പ്രിയമുള്ള ഭഗവാന്, എങ്ങനെയുണ്ട് സ്വാമിയുടെ ആരോഗ്യം? സ്വാമി ശരീരം സൂക്ഷിക്കണേ. അനാഥ കുട്ടികളെയും ആരുമില്ലാത്തവരെയും സംരക്ഷിക്കണേ. ഐ ലവ് യു സ്വാമി, യുവർ ലവിങ് സൺ. അത് വായിച്ചപ്പോൾ ലോകേഷിൻ്റെ തൊണ്ടയിടറിയോ എന്ന് കേട്ടവർ സംശയിച്ചു. യഥാർത്ഥ സ്നേഹം എന്താണ്? സ്നേഹിക്കപ്പെടുന്നവൻ്റെ ക്ഷേമത്തിലാണ് അതിന് താല്പര്യം. എനിക്ക് എന്തും വരട്ടെ, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവൻ സുഖമായിരിക്കണം. നന്നേ ചെറുപ്പത്തിലെ ഭഗവാൻ തൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കുരുന്നു മനസ്സുകളിൽ ശുദ്ധപ്രേമത്തിൻ്റെ വിത്തു വിതയ്ക്കുന്നു എന്ന് അറിയുക. ഇതുമാതിരിയുള്ള പ്രേമം കൊണ്ടാണ് ഗോപികൾ അന്ന് കൃഷ്ണനെ ബന്ധിച്ചതും. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സ്നേഹത്തെക്കാൾ ദിവ്യമായി ഒന്നുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹമാണ് ദൈവം, ദൈവമാണ് സ്നേഹം. സ്നേഹത്തിൽ ജീവിക്കുക. ഇതാണ് നിങ്ങളുടെ കടമ. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്താൽ നിറയ്ക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ കഷ്ടപ്പാടുകളും മറക്കും. സ്നേഹം മൂലമാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നണം. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക. ജയ് സായിറാം.